ഞങ്ങൾ റോയൽ ഡ്രൈവിന്റെ പ്രൊക്യൂർമെന്റ് ടീം ഡൽഹിയിൽ പോയി കഴിഞ്ഞ ഒരു മാസം 1.5 മാസം വർക്ക് ചെയ്ത് 100-ലധികം വാഹനങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 3 വാഹനങ്ങളാണ് ആകെ പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. ഏറ്റവും തലവേദന വരുന്ന പേപ്പർ വർക്കില്ല. 50,000 1 ലക്ഷം കൊടുത്താൽ ഏത് വാഹനം കിട്ടും? അതർ സ്റ്റേറ്റ് വാഹനങ്ങൾക്ക് ഡൽഹി UP പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ? നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹി UP പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ, അവിടെ വളരെ ചീപ്പായിട്ട് വാഹനം കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളുടെയും വ്ളോഗിൽ അതൊരു വലിയ ഡിസ്കഷൻ ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു വലിയ അഭിപ്രായം പറയാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എനിക്കിതിൽ പറയാനുള്ളത്, ലോകത്തെവിടെയുള്ളത് പോലെ തന്നെ ഡൽഹിയിലും നല്ല കാറുകളുണ്ട്. നല്ല കാറുകൾ, ക്വാളിറ്റിയുള്ള വാഹനങ്ങളുള്ള സ്ഥലം തന്നെയാണ് ഡൽഹി ആയാലും UP ആണെങ്കിലും. പക്ഷേ അത് നല്ല കാറുകളെ നോക്കിയെടുക്കാനും, അവിടെ നമ്മളെ കേരളം പോലെ പ്രിയോണ്ട് മാർക്കറ്റ് ഇത്ര അപ്ഡേറ്റഡ് അല്ല പല കാര്യങ്ങളും. അതായത് ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിലാണെങ്കിലും വാല്യൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ കേരളത്തിലെ ജനങ്ങളെ പോലെ, അല്ലെങ്കിൽ കേരളത്തിലെ പ്രിയോണ്ട് മാർക്കറ്റിലെ പോലെ, അല്ലെങ്കിൽ കേരളത്തെ കസ്റ്റമേഴ്സിനെ പോലെ അല്ല അവിടുത്തെ കസ്റ്റമർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. ആ റിസ്ക് എലമെൻറ്റ്സിനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഡൽഹി വാഹനങ്ങൾ എടുക്കാവുന്നതാണ്. അതിലായിട്ട് 1-2 ഉദാഹരണങ്ങൾ പറയാം. അവിടെ സിംഗിളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ RC ഓണറുടെ കയ്യിൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ആ വാഹനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് ക്വാളിറ്റിയിൽ ലഭിക്കും. അവിടുത്തെ ഒരു കൾച്ചർ, ഒരു 3 വർഷം 4 വർഷം മാക്സിമം അവരൊരു കമ്പനി മെയിൻ്റനൻസ് അവർ കീപ്പ് ചെയ്യാറുള്ളൂ. വളരെ ഒരു 5% വാഹനങ്ങളാണ് കണ്ടിന്യൂസ്ലി കമ്പനി മെയിൻറ്റെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നവരുള്ളൂ. ഭൂരിഭാഗം ആളുകൾ ഒരു 3 വർഷം കഴിഞ്ഞാൽ പുറത്തുള്ള വർക്ക്ഷോപ്പുകളിലാണ് മെയിൻ്റനൻസ് ചെയ്യാറുള്ളത്. ആ വാഹനത്തിൻ്റെ കണ്ടീഷൻ മേ ബി നമുക്കൊരു കേരള രജിസ്ട്രേഷൻ്റെ കണ്ടീഷൻ പോലെ ആകില്ല. കാരണം കേരളത്തിലെ പോലെ നല്ല വർക്ക്ഷോപ്പുകളുടെ അവൈലബിലിറ്റി അവിടെ കുറവാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ടയോട്ട പോലുള്ള വാഹനങ്ങൾ അത് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. കാരണം ടയോട്ടയുടെ വാഹനങ്ങൾ പൊതുവെ ആ ഓണർ ഉപയോഗിച്ചാലും കംപ്ലൈൻറ്റ് ആവില്ല എന്ന പോലെയുള്ളൊരു ഡ്യൂറബിലിറ്റി ആ മെഷീന് ഓൾറെഡി അത് കമ്പനി നൽകുന്നതുകൊണ്ട് തന്നെ ടയോട്ട വാഹനങ്ങളിൽ പൊതുവെ പ്രയാസങ്ങൾ കുറവാണ്. ലക്ഷറി വാഹനങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ ഒരു വലിയ ഇവാലുവേഷന് ശേഷം മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്, അവിടെ ഏറ്റവും തലവേദന വരുന്ന പേപ്പർ വർക്കില്ല. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾക്ക് ഡൽഹി രജിസ്ട്രേഷനിൽ NOC ലഭിക്കില്ല. സ്ക്രാപ്പ് ചെയ്യാൻ പോകുന്ന വാഹനങ്ങളെ അവർക്ക് കിട്ടുന്ന 2.5 ലക്ഷമോ 3 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്കാണ് സ്ക്രാപ്പ് ചെയ്യാൻ അതിനൊരു ലിമിറ്റഡ് എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ടിൻ്റെ മേലെ 50,000 1 ലക്ഷം കൊടുത്താൽ ഏത് വാഹനം കിട്ടും? പക്ഷെ ആ വാഹനത്തിന് NOC ലഭിക്കുക എന്നുള്ള പ്രക്രിയ നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വാഹനം ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തലവേദനകൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ വില കുറച്ച് കിട്ടിയാലും വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ റോയൽ ഡ്രൈവിൻ്റെ പ്രൊക്യൂർമെൻറ്റ് ടീം ഡൽഹിയിൽ പോയി കഴിഞ്ഞ ഒരു മാസം 1.5 മാസം വർക്ക് ചെയ്ത് 100-ലധികം വാഹനങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 3 വാഹനങ്ങളാണ് ആകെ പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾക്കൊരിക്കലും അതിൻ്റെ പ്രൈസ് കുറഞ്ഞ് കിട്ടാത്തത് കൊണ്ടല്ല, പക്ഷേ ഞങ്ങളെ വിശ്വസിച്ച് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹിസ്റ്ററിയോ അല്ലെങ്കിൽ വളരെ അൺപ്രൊഫഷണലായിട്ടുള്ള മെയിൻ്റനൻസും ഒക്കെ ചെയ്തുകൊണ്ടുള്ള വാഹനങ്ങളാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ കൂടുതലും പറ്റിയത്. അപ്പോൾ എനിക്ക് അവിടുന്ന് മനസ്സിലായത്, അവിടെ ഡീലേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന വാഹനങ്ങൾ അവർ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു മിനിമം തരത്തിൽ അത് ഒരു യൂട്യൂബ് ചാനലോ ഒരു ഇൻസ്റ്റാഗ്രാമോ വെച്ച് മാർക്കറ്റ് ചെയ്തിട്ടാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഓതൻറ്റിക് ആയിട്ട് വിൽക്കുന്ന ആളുകളുണ്ട്, അത് വളരെ ന്യൂനപക്ഷമാണ്. അത് അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ചാണ് ബിസിനസ് അവിടെ നടക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയൊക്കെ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ എടുത്താൽ കുഴപ്പമില്ല. അതേസമയം പക്ഷേ ഇതിനെല്ലാം സമയം വേണം. രണ്ടാമത്, ഈ എടുത്ത വാഹനങ്ങൾക്ക് ഇവിടെ വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അധികം, അതായത് ഒരു കേരള വെഹിക്കിളിൻ്റെ കണ്ടീഷനിലോട്ട് അത് മാറ്റണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലധികം നമുക്ക് എഫേർട്ടും സമയവും സാമ്പത്തികവുമായ നഷ്ടങ്ങൾ കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടൊരു കേരള രജിസ്ട്രേഷൻ വാഹനം എടുക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം ഒരാൾക്ക് വില കുറഞ്ഞ് ഒരു ലക്ഷറി വാഹനം ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഡൽഹി UP മാർക്കറ്റുകളെ സെലക്ട് ചെയ്യാവുന്നതാണ്, അവിടുത്തെ വാഹനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.